അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 95. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. സദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നലെ നാം തുടങ്ങിവെച്ച സൂറത്തുൽ ളുഹായുടെ വിശദീകരണമാണ് നാം തുടരുന്നത്. വല്ലുഹ, ളുഹ സമയം സാക്ഷിയാണ്. അതായത് പകലിന്റെ പ്രധാന ഭാഗമായ ആദ്യ ഭാഗം സാക്ഷിയാണ്. വല്ലൈലി ഇദാ സജാ, ശാന്തമായി ഇരുട്ട് പുതക്കുമ്പോൾ രാത്രി സാക്ഷിയാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നബിയെ തങ്ങളുടെ റബ്ബ് തങ്ങളെ കൈയൊഴിച്ചിട്ടില്ല. വമാ ഖലാ, അങ്ങയോട് വെറുത്തിട്ടുമില്ല. ഇവിടെ രണ്ട് വസ്തുക്കളെ പിടിച്ചാണ് സത്യം ചെയ്യുന്നത്. ഒന്ന് രാവും മറ്റൊന്ന് പകലും. രാവും പകലും പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്, രാവിന് ശേഷം പകലും പകലിന് ശേഷം രാവും മാറി വരുന്നത് പോലെ വഹ്യ് മുറിയാം, വരാം, തുടരാം, അതൊക്കെ സ്വാഭാവികമാണ്. പിന്നീട് ഇവിടെ വദ്ദുഹ എന്ന് പറഞ്ഞതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇന്നലെ നാം പറഞ്ഞതുപോലെ പകലിന്റെ ആദ്യ ഭാഗമായ ളുഹ സമയമാണ്. അതല്ലെങ്കിൽ പകൽ മുഴുവനുമാണ്. ളുഹ നിസ്കാരത്തിന്റെ മഹത്വം കൊണ്ട് ളുഹ സമയത്തിന് പ്രാധാന്യം കൊടുത്തു. മാത്രവുമല്ല, മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ, പകൽ സമയത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ക്ഷീണമില്ലാതെ ഉത്സാഹത്തോടെ മനുഷ്യന് പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്ന സമയമാണ് ളുഹ സമയം. ആ സമയത്തെ പിടിച്ച് സത്യം ചെയ്തു. അല്ലെങ്കിൽ പകൽ മുഴുവനുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ഓപ്പോസിറ്റിൽ രാത്രിയാണ് പറയുന്നത് എന്നതുകൊണ്ട് പകൽ മുഴുവനും ആണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അപ്പോൾ രാവും പകലും സാക്ഷി എന്നാണ്. വല്ലൈലി ഇദാ യഗ്ഷ, വല്ലൈലി ഇദാ സജാ, രാത്രി ശാന്തമാകുമ്പോൾ, ഇരുട്ട് മൂടുമ്പോൾ, ഇരുട്ട് പുതക്കുമ്പോൾ എന്നൊക്കെ ഇതിനർത്ഥം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്ന് തന്നെ. ഏതു പറഞ്ഞാലും അതിൻ്റെ ആശയങ്ങൾ ഒന്ന് തന്നെയാണ്. മൂന്നർത്ഥങ്ങളും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മൂന്നർത്ഥത്തെയും ഒരുമിച്ച് കൂട്ടി പറയാവുന്ന ഒരർത്ഥമാണ് രാത്രി ഇരുട്ട്. വളരെ ചെറിയ സമയമായ ളുഹ സമയം മാത്രം പറഞ്ഞ് പകൽ മുഴുവൻ ഉദ്ദേശിക്കുകയും രാത്രിയെ മുഴുവനായി പരാമർശിക്കുകയും ചെയ്യാൻ കാരണം എന്താണ്? ഒന്നുമല്ല, പകലിന്റെ ചെറിയൊരു ഭാഗമായ ളുഹ സമയം അത് രാത്രി മുഴുരാത്രിയോട് അത് സമമാണ്, അതിനത് സമാനമാണ്. ഏതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റ് അമ്പിയാക്കളോട് മൊത്തം സമമാകുന്നത് പോലെ, മറ്റമ്പിയാക്കളൊക്കെ ഒരു തട്ടിലും മുത്തുനബി ഒരു തട്ടിലും നിന്നാൽ മുത്തുനബി ഒരൽപ്പം ഖനം തൂങ്ങുകയേ ചെയ്യുകയുള്ളൂ. മാത്രവുമല്ല, പകൽ എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ, റാഹത്തിന്റെ സമയമാണ്. രാത്രി എന്ന് പറയുന്നത് ഏകാന്തതയുടെയും ടെൻഷന്റെയും ഏകാന്തതയുടെയും അതുപോലെ തന്നെ വ്യഥകളുടെയും ഒക്കെ സമയമാണ്. അതുകൊണ്ടാണ് രാത്രിയെ മുഴുവനായും പകലിനെ ഭാഗികമായും പരാമർശിച്ചത് എന്നർത്ഥം. കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷങ്ങൾ കുറയും, അതേസമയം ദുഃഖങ്ങൾ വളരെ നീണ്ടു നിൽക്കും. ദുഹായുടെ സമയം എന്ന് പറഞ്ഞത് ഏതാനും സമയങ്ങൾ മാത്രമേ ഉള്ളൂ. അതേസമയം രാത്രി നീണ്ടുകിടക്കുകയാണ്. അല്ലാഹു തആല അർശിനെ പടച്ചപ്പോൾ അർശിന്റെ ഇടതുഭാഗത്ത് കറുത്ത കാർമേഘം ഇങ്ങനെ തങ്ങി നിന്നു. ആ കാർമേഘം അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ
മാതാ ഉംതിറു, എന്താണ് ഞാൻ വർഷിപ്പിക്കേണ്ടത്, ഈ ഭൂമിയിലേക്ക് ഞാൻ പെയ്തിറക്കേണ്ടത് എന്താണ്? അല്ലാഹു തആല മറുപടി പറഞ്ഞു, അൻ അംതിരിൽ ഹുമൂമ വൽ അഹ്സാന മിഅത സന, ഒരു 100 കൊല്ലം നീ സങ്കടങ്ങളെയും ടെൻഷനുകളെയും ഭൂമിയിലേക്ക് വർഷിപ്പിക്കണം. അത് കഴിഞ്ഞ് 100 കൊല്ലം അത് പെയ്ത് ഒഴിഞ്ഞ് സുമ്മങ്കശഫത്ത്, വീണ്ടും മേഘം തെളിഞ്ഞു. വീണ്ടും അല്ലാഹു പറഞ്ഞു, വീണ്ടും ഉമിറത്ത് മറത്തൻ ഉഖ്റാ ബിദാലിക്, ഒരു 100 കൊല്ലവും കൂടെ ഇനിയും തുടരെയായിട്ട് നീ സങ്കടങ്ങൾ ഭൂമിയിലേക്ക് വർഷിപ്പിക്കണം. വീണ്ടും അത് നടന്നു, മേഘം തെളിഞ്ഞു. അല്ലാഹു പറഞ്ഞു, വീണ്ടും ഒരു 100 കൊല്ലവും കൂടെ. അങ്ങനെ 300 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം വലതുഭാഗത്ത്, അർശിന്റെ വലതുഭാഗത്ത് അതാ ഒരു വെളുത്ത കാർമേഘം. അത് അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ, ഞാൻ പെയ്തൊഴിയേണ്ടത് എന്താണ്, ഞാൻ ഭൂമിയിലേക്ക് വർഷിപ്പിക്കേണ്ടത് എന്താണ്? അവിടുന്ന് പറഞ്ഞു, ഞാൻ അംതിരി സുറൂറ സാ, അല്പസമയം. സായത്ത് എന്ന് പറഞ്ഞാൽ അല്പസമയം, അല്ലെങ്കിൽ ഒരു മണിക്കൂർ എന്നൊക്കെയാണ്. ഒരു മണിക്കൂർ എന്ന് വെച്ചാൽ തന്നെ 300 കൊല്ലം ടെൻഷനുകളുടെ മഴ വർഷിച്ചപ്പോൾ ഒറ്റ മണിക്കൂർ മാത്രമാണ് സന്തോഷത്തിന്റെ മഴ വർഷിച്ചത് എന്നർത്ഥം. ഇതുകൊണ്ട് തന്നെ ഭൂമിയിൽ എന്നും എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളുമാണ്. സന്തോഷം വളരെ കുറവായിരിക്കും. ജഅഫറുൻ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുഹാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂസ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു സംസാരിച്ച നേരമാണ്. രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈലത്തുൽ മിഅ്റാജ്, മിഅ്റാജിന്റെ രാത്രിയുമാണ്. അങ്ങനെയും ഒരു അഭിപ്രായമുണ്ട്. എന്നാൽ മറ്റൊരു കാര്യവും കൂടെ ഇവിടെ ശ്രദ്ധേയമാണ്. ഇതിന്റെ തൊട്ടു മുമ്പുള്ള അധ്യായത്തിൽ വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല എന്ന് പറഞ്ഞ് ആദ്യം രാത്രിയെയും പിന്നെ പകലിനെയും പറയുന്നു. ഇവിടെ ആദ്യം പകലും പിന്നെ രാത്രിയും. എന്താണ് ഇങ്ങനെ? ആദ്യം പറഞ്ഞ ആയത്ത് സൂറത്തിറങ്ങുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിലാണ്. ഈ സൂറത്തിറങ്ങുന്നത് തിരുനബിയുടെ കാര്യത്തിലുമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വെളിച്ചം കിട്ടുന്നതിന്റെ മുമ്പ് കുഫറാകുന്ന ഇരുട്ട് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിന് മുമ്പ് ഒരു ഇരുട്ട്, കുഫ്രിയത്തുണ്ട്. തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കുഫ്രിയത്തുണ്ടായിരുന്നു ആദ്യം. എങ്കിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതത്തിൽ പാപത്തിന്റെയോ കുഫ്രിയത്തിന്റെയോ ഒന്നും ഇരുട്ടുകളില്ലായിരുന്നു. അന്ന് തുടക്കം മുതലേ ഹബീബ് വെളിച്ചമാണ്, എന്നും വെളിച്ചമാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മുഫസ്സിരീങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വല്ലുഹ എന്നതിന് തിരുനബിയുടെ പൂമുഖമെന്നും വല്ലൈലി ഇദാ യഗ്ഷ എന്നതിന് തിരുനബിയുടെ പുണ്യ ഷറഫാക്കപ്പെട്ട തിരുകേശമെന്നും അർത്ഥം പറഞ്ഞവരുണ്ട്. അങ്ങനെ പറയാൻ പറ്റുമോ? മുഫസ്സിരീങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അതെ, നഅം വലസ്തിബഅദ ഫീഹി, അതെ, അങ്ങനെ പറഞ്ഞവരുണ്ട്. മുഫസ്സിറുകളുടെ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞവരുണ്ട്. അതിൽ അത്ര അത്ഭുതപ്പെടാനില്ല. വമിൻഹും മൻ സാദ അലൈഹി, അതിലപ്പുറവും പറഞ്ഞവരുണ്ട്. വല്ലുഹ എന്ന് പറഞ്ഞാൽ ദുക്കൂറു അഹ്ലി ബൈത്തിഹി, അഹ്ലു ബൈത്തിലെ ആണുങ്ങളും, വല്ലൈലി എന്ന് പറഞ്ഞാൽ ഇനാസുഹും, അഹ്ലു ബൈത്തിലെ പെണ്ണുങ്ങളുമാണെന്ന് വരെ പറഞ്ഞവരുണ്ട്. ദുഹ എന്ന് പറഞ്ഞത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തും, രാത്രി എന്ന് പറഞ്ഞത് വഹയും മുറിഞ്ഞ സമയവുമാണ്. ഇങ്ങനെയൊക്കെ പല നിലയിലും ഇതിനെ വ്യാഖ്യാനിച്ചതായി കാണാം. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാം വളരെ ശുഷ്കമായ അന്തരീക്ഷത്തിൽ നിന്ന് അത് പുഷ്പിച്ചു വന്നു, എന്നാൽ വീണ്ടും അത് ശുഷ്കിക്കും എന്നതിലേക്കൊരു സൂചനയുണ്ട്. വല്ലുഹ കഴിഞ്ഞതിന്റെ ശേഷം വല്ലൈലി പറഞ്ഞതിൽ ഇങ്ങനെ പലതായി പറയുമ്പോൾ അവസാനം ഇമാം റാസി റളിയല്ലാഹു അൻഹു വല്ലുഹ എന്നതിന് നബിയെ തങ്ങളുടെ പുറം സാക്ഷിയാണ്. അതുപോലെ തന്നെ വല്ലൈലി ഇദാ യഗ്ഷ എന്നതിന് നബിയെ തങ്ങളുടെ ഉള്ളും സാക്ഷിയാണ്. വയഹ്തമിലു ഉഖ്സിമു ബിഅലാനിയതകല്ലതി ലാ യറാ അലൈഹൽ ഖൽഖു ഐബ, നബിയെ ഒരു ന്യൂനതയും പറയാനില്ലാത്ത അങ്ങയുടെ അകവും പുറവും സാക്ഷിയാണ് നബിയെ. ഉഖ്സിമു ബിഅലാനിയതിക വബിസിരിക അല്ലദി ലാ യഅലമു അലൈഹി ആലിമുൽ ഗൈബി ഐബ,
ഒരൈബും പടച്ചവനോ അല്ലെങ്കിൽ പടപ്പുകൾക്കോ പറയാനില്ലാത്ത അങ്ങയുടെ പുറവും അകവും സാക്ഷിയാണ് നബിയെ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, തീർച്ചയായും തങ്ങളെ അങ്ങയുടെ റബ്ബ് കൈയൊഴിക്കുകയില്ല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വ്യാഖ്യാനങ്ങളെപ്പോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ പൂമുഖം സാക്ഷിയാണ്, അതുപോലെ തന്നെ അങ്ങയുടെ തിരുകേശം സാക്ഷിയാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഇവിടെയാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. ഇമാം റാസി എഴുതിയ ഒരു വ്യാഖ്യാനം കാണാൻ, ലാ ജറമ ഫളൽതുക, നിസ്സംശയം നബിയെ തങ്ങളെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് പടച്ചോൻ പറയാൻ എനിക്ക് പറയാനുള്ളത്, മൻ തറക സ്വലാത്ത സിനീൻ ഔ ഹബസ ഗൈറഹു അനിസ്സലാത്തി സിനീൻ, ഒരാൾ വർഷങ്ങളോളം നിസ്കരിച്ചില്ല, അല്ലെങ്കിൽ വർഷങ്ങളോളം ഒരാളെ നിസ്കരിക്കാൻ അനുവദിക്കാതെ തടവിൽ വെച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ ലാ ഉകഫിറുഹു, അവൻ കാഫിറാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒമൻ ആദാ ശഅറത്തൻ മിൻ ശഅറാതിക്, നബിയെ തങ്ങളുടെ രോമങ്ങളിൽപ്പെട്ട ഒരു രോമത്തെ, അങ്ങയുടെ തിരുശരീരത്തിലെ ഏതെങ്കിലും ഒരു തിരുരോമത്തെ ഒരാൾ ശല്യം ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായും ഔ ജുസ്അൻ മിൻ നഅലിക്, അല്ലെങ്കിൽ അങ്ങയുടെ ചെരുപ്പിന്റെ ഒരു ഭാഗത്തെയെങ്കിലും കുറ്റപ്പെടുത്തിയാൽ ഉകഫിറുഹു, അവനെ ഞാൻ കാഫിറായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞെങ്കിൽ, ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരൊക്കെ മനസ്സിലാക്കുക, തിരുനബിയുടെ ആധാറുകളെ കൊഞ്ഞനം കുത്തരുത്, അത് നമുക്ക് അപകടം ചെയ്യും എന്നാലോചിക്കുന്നത് നല്ലതാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അതുകൊണ്ട് നബിയെ, അങ്ങയുടെ രക്ഷിതാവ് അങ്ങയെ കൈയൊഴിച്ചിട്ടില്ല, റബ്ബ് അങ്ങയെ വെറുത്തിട്ടുമില്ല. സ്വദഖല്ലാഹു മൗലാനൽ അദീം വസദഖ വബല്ലഗ റസൂലുഹുൻ നബിയുൽ കരീം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.